നമ്മളിന്ന് നമ്മുടെ റാമിനെ പിടിച്ച് മിക്സ്ഡ് ഗപ്പി ടാങ്കിലേക്ക് മാറ്റി. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള ടാങ്കിലേക്ക് മാറ്റിയതാണ്. അവർക്ക് ബ്രീഡ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിനെ മിക്സ്ഡ് ഗപ്പിയിലേക്ക് മാറ്റിയേക്കാണ്. ഇവർ കുഞ്ഞ് ഗപ്പികളെ തിന്നും. അപ്പോൾ അത് കാരണം നമ്മൾ റാമിനെ ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മുടെ ബാർബും ടെട്രയും കിടന്ന ടാങ്കിലായിരുന്നു ഇവർ ആദ്യം കിടന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ പ്ലാറ്റിനം വൈറ്റിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവരെ മാറ്റി ഇതിനകത്ത് നോർമൽ ഗപ്പിയുടെ കൂടെയാണ് ഇവർ ഇട്ടേക്കുന്നത്. ഹൈഡിങ് സ്പോട്ടെല്ലാം അവർ നല്ലപോലെ നോക്കുന്നുണ്ട്. നമുക്കിനി വേറൊരു വെറൈറ്റി റാമം കൂടി ഇതിനകത്ത് വാങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു ടാങ്കിൽ നിൽക്കുന്നുണ്ട്. നല്ല അഗ്രസീവായിട്ട് ഗപ്പികളുടെ കൂടെ തന്നെ ഫീഡൊക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഈ ടാങ്കിൽ. നമ്മൾ 2 ദിവസം 3 ദിവസം നല്ലപോലെ നോക്കിയാൽ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന മീനെ ആ ടാങ്കായിട്ട് ഓക്കെ ആയോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടാങ്കിൽ ഇവർ നല്ല സെറ്റായിട്ടുണ്ട്. ഇവർക്ക് എന്തായാലും നല്ല ഹാപ്പിയാണ്. ഇവരുടെ കൂടെ ഇവറ്റങ്ങൾ നല്ലപോലെ ഓടി നടന്ന് ഫീഡ് എടുക്കുന്നതുകൊണ്ട് ഗപ്പികളുടെ കൂടെ തന്നെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഗപ്പികൾക്കും വലിയ സ്ട്രെസ്സൊന്നുമില്ല. അവന്മാർ ചിലപ്പോൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും മിക്സ്ഡ് ഗപ്പി ടാങ്ക് ആയ കാരണം നമ്മളത്രയ്ക്ക് പ്രശ്നം നമുക്കില്ല. കാരണം അതിനകത്ത് പ്ലാറ്റിനം വൈറ്റിനെ നമുക്ക് വളർത്താനാണ്. അത് ഹൈബ്രിഡ് ഗപ്പിയാണ്. അപ്പോൾ അത് കാരണം അവർ നമുക്ക് ലോസ് ആവാൻ പാടില്ല. ഇവർ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് നോർമൽ ഗപ്പി. അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും നോർമൽ ഗപ്പിയുടെ ടാങ്കിലേക്ക് ഇവരെ മാറ്റിയേക്കാണ്. ഇതിനകത്ത് പല കളറിലുള്ള നോർമൽ ഗപ്പീസ് ഉണ്ട്. ഇതിനകത്ത് പല മിക്സറും ഉണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് കുറേ എണ്ണം കുറച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടം പോലെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മദർ ഗപ്പിയൊക്കെ ആണെങ്കിലും നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഗപ്പിയൊക്കെ നല്ല ഫീഡാണ് കൊടുക്കുന്നത്. അർട്ടീമിയ വരെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് നോർമൽ ഗപ്പി ആണെങ്കിൽ പോലും.